ഇപ്പോൾ പിണറായി വിജയൻ അല്ലെങ്കിൽ മലപ്പുറം CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ നാളെ കാലത്തോ ഇപ്പോൾ ഓൾറെഡി ഐ ഡോണ്ട് നോ യു ഹാവ് ദ ചാപ്പ വിത്ത് യു ഓർ നോട്ട്, ഇത് നിങ്ങൾ എന്നോട് ആ ചോദ്യം ചോദിക്കുക, എന്തിനാണ് ഇങ്ങനെ ഒരു ചാപ്പ കിട്ടുന്നത്? അതിന് പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് കാര്യം വന്നു കഴിഞ്ഞാലും, ഇപ്പോൾ ഒരു സിനിമ തന്നെ ഫോർ എക്സാമ്പിൾ ഒരു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സംവിധായകൻ്റെ പേരെന്ത്, നടൻ്റെ പേരെന്ത്, അതനുസരിച്ചാണ് ഇവിടുത്തെ പബ്ലിക് നാരേറ്റീവ്സ് എല്ലാം വരുന്നത്. അപ്പോൾ ആളുകൾ ഉടനെ കമ്മ്യൂണലായിട്ട് അങ്ങ് രണ്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിലൊരു വിഭാഗം അപ്പുറത്തും ഇപ്പുറത്തും പ്ലീസ് ചെയ്യാനായിട്ട് അവർ കുറച്ച് എക്സ്ട്രാ ആയിട്ടില്ലേ പറയണം, കുറേ നാട്യങ്ങളൊക്കെ കാണിക്കും, നമുക്കറിയാം സ്വാഭാവികമായിട്ട്. അപ്പം ഈ കേരളത്തിലെ ഒരു പൊളിറ്റിക്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ BJP അല്ലെങ്കിൽ സംഘപരിവാറിന് പ്രത്യേകിച്ച് ഇതുവരെ വലിയൊരു ഹോൾഡൊന്നുമില്ല. പക്ഷേ എതിർഭാഗം സ്ട്രോങ്ങറാണ്. ഇപ്പോൾ കേരളത്തിലെ ഫേസ്ബുക്കിലായാലും രാഷ്ട്രീയത്തിലായാലും സാംസ്കാരിക രംഗത്തായാലും, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇത് സംഘി എന്ന് പറയുന്നതാണ്, രാജസേനൻ, ഭീമൻ രഘു, അവർ രണ്ടുപേരും ഈ BJP ടിക്കറ്റിൽ നിന്നാണ്. അവർ അടുത്ത ദിവസം ചുവന്ന റവൺ കിട്ടി, അപ്പോൾ അവരതല്ലാതായി അല്ലേ? അതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ CAA വന്നപ്പോൾ, കർഷക ബില്ല് വന്നപ്പോൾ ഒക്കെ എന്താണോ BJPയുടെ സ്റ്റാൻഡ്, അതിനോടൊപ്പം നിന്ന് രവിചന്ദ്രൻ സംസാരിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത് CAA-യിൽ BJPയുടെ നയത്തിന് അനുകൂലമായിട്ടല്ല ഞാൻ സംസാരിച്ചത്, അത് വസ്തുതാപരമായി തെറ്റാണ്. ഞാൻ പറഞ്ഞത് അതിനകത്ത് മുസ്ലിം ഫിൽറ്റർ ഒഴിവാക്കണമെന്നാണ്. പൊതു ആക്ഷേപത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതെ, മുസ്ലിം ഫിൽറ്റർ ഒഴിവാക്കണം, ബാക്കി അതിനകത്ത് കൊള്ളാവുന്ന കാര്യങ്ങൾ എടുക്കണം, നടപ്പാക്കേണ്ടതാണ്. കാരണം നിങ്ങൾ ആ ബില്ലിനെതിരെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ വർഷങ്ങളായിട്ട് വന്ന് കഷ്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യർക്കെതിരെയുള്ള അമാനവികമായിട്ടുള്ള ഒരു നിലപാടാണ് നിങ്ങൾ എടുക്കുന്നത്. ആകെ നിങ്ങൾ നോക്കുന്നത് ഏത് കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് മാത്രമാണ്. അങ്ങനെയല്ല കാര്യങ്ങൾ കാണേണ്ടത്. നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള മനുഷ്യരുടെ കാര്യമാണ് നോക്കേണ്ടത്. ആ മനുഷ്യർക്ക് ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിപ്പോൾ വെളിവാക്കപ്പെടുകയും ചെയ്തു. പക്ഷേ അതിനകത്ത് മുസ്ലിം ഫിൽറ്റർ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? 1976 ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെ അടിസ്ഥാനത്തിൽ പൗരത്വം എന്ന് പറയുന്ന കാര്യം സ്വീകരിക്കാനോ അല്ലെങ്കിൽ തീർച്ചപ്പെടുത്താനോ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഫിൽറ്റർ മാറ്റുക. ആക്ച്വലി മുസ്ലിങ്ങൾ ഇവിടെ എത്ര പേര് വരും അതിൻ്റെ പേരിൽ? എനിക്ക് തോന്നുന്നില്ല അധികം പേര് അവിടുന്ന് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് പൗരത്വം ചോദിച്ച് മുസ്ലിങ്ങൾ ഒരുപാട് പേര് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നത് അവരെ സംബന്ധിച്ചോളം ഇത് ഈ ദാറുൽ ഹറാമാണ്. അവരുടെ രാജ്യത്ത് നിന്ന് ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ മതപരമായും ധാർമ്മികമായും രാഷ്ട്രീയപരമായിട്ട് അവർ ചെയ്യാൻ സാധ്യതയില്ലാത്തവരാണ്. ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് എ സ്പെഷ്യൽ കേസ്. ഇതായിരുന്നു എൻ്റെ വാദം. താങ്കൾ എത്ര സത്യത്തിൽ നിന്ന് മാറിയാണ് ആ ഒരു ചോദ്യം ചോദിച്ചതിനോട്. ഇനി രണ്ടാമത്തെ കർഷക ബില്ല് കപിൽ സിബലിന്റെ ബില്ലാണ്, കോൺഗ്രസിന്റെ ബില്ലാണ്. ഈ രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് ഗുണം കിട്ടുന്ന, അല്ലെങ്കിൽ 1991 ലിബറലൈസേഷൻ ശേഷം ഇന്ത്യയുടെ ഇൻഡസ്ട്രിക്കും ട്രേഡിനും ഉണ്ടാക്കിയ ഉണർവിന് സമാനമായ ഒന്ന് ഇന്ത്യയിലെ കർഷക രംഗത്ത് ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു ബില്ലിനെയാണ് നിങ്ങളെടുത്ത് കമ്മ്യൂണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയം ബേസിക്കലി ബ്ലഡി കമ്മ്യൂണലാണ്. നിങ്ങളൊക്കെ ഇതിനൊരു പാർട്ടായിട്ട് നിന്നുകൊണ്ടാണ്. എന്താണ് ഇതിനകത്ത് മെരിറ്റ് എന്ന് നോക്കുന്നില്ല, വസ്തുത നോക്കുന്നില്ല, മറിച്ച് കർഷക ബില്ല്. അപ്പോൾ എവിടെ നിൽക്കണം? അത് അവിടെയാണ് ഈ ഇന്ന കമ്മ്യൂണിറ്റിയാണ്, ഞാൻ അങ്ങോട്ടങ്ങ് നിൽക്കുക. എന്താ ഇത്? ഇത് BJPയുടെ ആണെന്ന് പറഞ്ഞു. BJP കർഷക ബില്ല് നടപ്പിലാക്കിയോ? BJP കർഷക ബില്ല് നടപ്പിലാക്കില്ല. ഞാൻ ഇപ്പോഴും കർഷക ബില്ലിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. ആ റിഫോംസിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. എക്കണോമിക് റിഫോംസിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. ഫ്രീ ട്രേഡിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. BJP നടപ്പിലാക്കിയില്ലല്ലോ. അവർ അത് മാറ്റി വെച്ചിട്ട് അവർ 2 തെരഞ്ഞെടുപ്പ് ജയിച്ചു. അല്ല, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ശരിക്കും ഒരു ചാപ്പ കിട്ടുന്നത്. ഈ ചാപ്പ കിട്ടുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പം നാസ്തികത എന്ന് പറയുന്നത് ഒരു വശത്ത് നമുക്ക് പ്രഖ്യാപിക്കപ്പെടേണ്ടത്, മതങ്ങളെ എതിർത്ത് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ആ സമയത്ത് ഇത്തരം വിഷയങ്ങളിലൂടെ വരുമ്പോൾ മൊത്തത്തിലുള്ളൊരു എതിർപ്പ് കേരളത്തിൻ്റെ ടോട്ടൽ അവസ്ഥയിൽ എതിർപ്പ് വന്നിട്ടുണ്ട്. പല സാംസ്കാരിക പ്രവർത്തകർ, ഇപ്പോൾ മൈത്രയൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മനസ്സുണ്ടെന്ന് നമുക്ക് തോന്നിയ ഒരാളാണ്. അതേപോലെ ഡോക്ടർ C വിശ്വനാഥൻ സാറ്, ഇവരൊക്കെ രവിചന്ദ്രനെതിരെ സംസാരിക്കുന്ന, ഓപ്പണായിട്ട് നിലപാട് പറയുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് തരത്തിലുള്ള എതിർപ്പുകൾ വരും. ആ സമയത്തും നമ്മൾ നിൽക്കുന്ന സ്പേസിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള നിലപാടാണ് രവിചന്ദ്രൻ എടുത്തിട്ടുള്ളത്. അത് വസ്തുക്കളെ അത്ര വസ്തുനിഷ്ഠമായി പഠിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസം കൊണ്ടാണ് അങ്ങനെ നിന്നത്. ഇല്ലെങ്കിൽ ഈ എതിർപ്പുകളെ അങ്ങനെ കണ്ടാൽ മതി എന്നുള്ളതായിരുന്നു, വിമർശനങ്ങളെ അത്രമാത്രമേ കണ്ടാൽ മതി എന്നുള്ളതായിരുന്നു. ഏതായിരുന്നു ശരിക്കും അങ്ങനെ നിൽക്കാനുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ കാരണം? ഒന്നാമത് ഈ പറഞ്ഞ വ്യക്തികൾ, ഐ ഡോണ്ട് വാണ്ട് ടു റെഫർ ടു എനി ഇൻഡിവിജ്വൽ, ഞാൻ ആശയങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ്. അതായത് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം,
പന്തിനടിക്കുക, കാലിനടിക്കാതിരിക്കുക. ഒരു വ്യക്തിയെ എഴുതി കാണിച്ചുകൊണ്ടോ അയാളെ ആശ്രയിച്ചതുകൊണ്ടോ അയാൾ പറയുന്ന ആശയങ്ങൾ ഇല്ലാതാവുകയോ അത് ശരിയാവുകയോ ചെയ്യുന്നില്ല. സോ ഇതല്ല വേണ്ടത്. നമ്മൾ എന്താണ് പട്ടം പറത്തുന്നത് പോലെയാണ്. പട്ടങ്ങളാണ് ഉയരം തേടുന്നത്, അല്ല തറയിൽ കിടന്ന് അടികൂടിയിട്ട് കാര്യമില്ല, കെട്ടിപ്പിടിച്ചിട്ടും കാര്യമില്ല. പട്ടത്തിന് ഉയരം ഉണ്ടാവണം, അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ഞാൻ ഈ വ്യക്തികളെ വെച്ചുള്ള അല്ലെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു റെഫർ, ഞാൻ അങ്ങനെ ഒരു പരാമർശം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ആരെങ്കിലും പറഞ്ഞൊരു ആശയം താങ്കൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മറുപടി പറയും. മൂലധനത്തെ സംബന്ധിച്ചുള്ള പ്രസൻറ്റേഷനിലായിരുന്നു ശരിക്കും ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ട് ഈ സംഘടനയിൽ തന്നെ രണ്ട് തരത്തിലുള്ള സംഘടന പരുവപ്പെടുന്നത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ മൂലധനത്തെക്കുറിച്ചുള്ള പ്രസൻറ്റേഷന് ശേഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല ഈ നിങ്ങൾ ഈ പറഞ്ഞവരാരും തന്നെ എസൻസ് ഗ്ലോബലിലെ ഒരിക്കലും ഭാഗമായിട്ടിരുന്നില്ല, ഒരിക്കലും. ദാറ്റ് മീൻസ് നെവർ എവർ. പിന്നെ എങ്ങനെയാണ് അവർ ഇതിനകത്ത് സംഘടനയിൽ പരുവപ്പെടുത്തലൊക്കെ വന്നത് എനിക്ക് മനസ്സിലായി. അല്ല, ഈ ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു നമ്മളിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് പിന്നീട് വേർതിരിയുകയും യൂട്യൂബ് ചാനൽ തന്നെ രണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഒരു അവസരത്തിലാണ് ഇതിനകത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലായത്. എസൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിക്കപ്പെടുന്നു. ഇത് ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പരുവപ്പെട്ടത്? ചാനലുകൾ ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ ഒരു കറൻ്റ് തന്നെ ഒരു 10-20 ചാനലുകളെങ്കിലും എൻ്റെ വീഡിയോസ് കട്ട് ചെയ്ത് മുറിക്കാതെയും വിമർശിച്ചു ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഞാൻ അങ്ങോട്ട് മാറി ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓരോന്ന് കട്ട് ചെയ്ത് ഓരോരുത്തർ ഇടുന്നതാണ്. പല ചാനൽ, ചില പേര് 1 ആയിരിക്കും, ചില ബ്ലഡി എത്തീസ് എന്നായിരിക്കും, ചിലത് ഹാ ഹൂ ഹുയ് എന്തെങ്കിലുമൊക്കെ പേരായിരിക്കും. അപ്പം ഈ ചാനലുകൾ അനുസരിച്ച് എന്തോ ഒരു മൂവ്മെൻറ്റ് പോയിക്കൊണ്ടിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അത് വസ്തുതാപരമായി ശരിയാണ്. പിന്നെ എസൻസ് ഗ്ലോബൽ വരുന്നപ്പോൾ 2018-ലാണ്. 2016 എസൻസ് ക്ലബ്ബ് എന്ന് പറയും. അപ്പോൾ ക്ലബിനകത്തുണ്ട് ഈ പറഞ്ഞത് ഈ ക്ലബിൻ്റെ തന്നെ പരിപാടികളെല്ലാം നമ്മൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എസൻഷ്യൻ ഒരു 6 എസൻഷ്യകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇത് 5ാമത്തെ ലിറ്റ്മസാണ്. അപ്പോൾ അതിനകത്തൊന്നും ഈ പറയുന്ന ആളുകളൊന്നും ഒരിക്കലും പങ്കെടുക്കുകയോ വരികയോ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ താങ്കളുടെ ഒരു പക്ഷേ ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന കമൻറ്റ് വെച്ചുകൊണ്ടാണ് ഇവരെന്തോ ഇതിൻ്റെ ഭാഗമായിരുന്നു പിന്നെ അവർ പോയി, അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ എസൻസിൻ്റെ തന്നെ ഭാഗമായിട്ട് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു തിരുവനന്തപുരത്തെ ഒരു നാഗേഷ് ഉണ്ട്, ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഘടകത്തിൽ. പുള്ളി ഒരു ഘട്ടത്തിൽ ഇതിനകത്ത് നിന്ന് വിട്ടു നിന്നിട്ട് രവിചന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വരുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അത് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷയം, ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അത് എത്രത്തോളം അതിൻ്റെ വസ്തുത എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ല, ഇതിനകത്ത് എസൻസിനകത്ത് ഫോർ എക്സാമ്പിൾ ഒരു വളരെ ലൂസായിട്ട് അതിർത്തികളില്ലാത്ത ഈ ആർക്ക് ഭയങ്കര ഫ്രീഡം ആണ് ഏറ്റവും വലിയ സംഗതി. അല്ല എന്തെങ്കിലും എന്താ പറയുക സംഘടനാപരമായിട്ടുള്ള റിജിഡിറ്റീസ് അങ്ങനെ ഒന്നുള്ളൊരു സംഗതിയല്ല. ഒരു ലൂസായിട്ടുള്ളൊരു കൂട്ടായ്മയാണ്, പരമാവധി സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് പുറത്തു പോകാം, അകത്ത് വരാം, തിരിച്ചു വരാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സംഘടനാ തലത്തിലോ സംഘാടകർക്കിടയിലോ ഒക്കെ പലപ്പോഴും നമ്മൾ വേണ്ടത്ര ഈ പറയുന്ന ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ആശയത്തെ ഉൾക്കൊള്ളാൻ എത്രമാത്രം അവർക്ക് കഴിയും എന്നുള്ള ചോദ്യമുണ്ട്. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതികൾ, അവരുടെ ശീലങ്ങൾ, വഴക്കങ്ങളൊക്കെ വരും. അപ്പോൾ സൈഡ് സീറ്റിൽ ഇരിക്കാൻ മത്സരം വരും, ഡ്രൈവർ സീറ്റിൽ ഇരിക്കാൻ മത്സരം വരും. അങ്ങനെയൊക്കെയാണ് ആളുകൾ മിക്കവാറും ഈ എസൻസിൽ നിന്ന് പോകുന്നത്. പുതുതായിട്ട് ആളുകൾ വരികയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വണ്ടി ഓടി പോകുന്നതനുസരിച്ച് ടയർ കുറച്ച് തേയും, ചിലത് മാറിയിടേണ്ടി വരും. സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതല്ലാതെ ആശയപരമായി എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക്, ഞാൻ പറയാതാണ് ആശയങ്ങളെക്കുറിച്ച് പറയൂ എന്ന് പറയും. അല്ല, ആശയപരമായ വ്യത്യാസങ്ങളുടെ പേരിലാണ് അവർ പുറത്തേക്ക് പോയതെന്നാണ് എനിക്ക്. അങ്ങനെ ആശയപരമായ വ്യത്യാസത്തിന്റെ പേരിൽ എസൻസിൽ നിന്ന് പുറത്തു പോയ ഒരാളെ പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ വൈശാഖൻ തമ്പിയെ പോലുള്ള ഒരു ശാസ്ത്ര പ്രചാരകർ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വേദികളിൽ നിന്ന് വൈശാഖൻ തമ്പിയെ മാറി നിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ അത് വ്യക്തിപരമല്ല, ആശയപരമായ ചില നിലപാടുകളുടെ പേരിലാണെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്? ഇപ്പോൾ രവിചന്ദ്രൻ സി തലപ്പത്തുണ്ട്, മറ്റൊരു രവിചന്ദ്രൻ സി അതിനകത്ത് ഇല്ല. അപ്പോൾ അത് ഈ തലപ്പത്ത് ഇപ്പോഴും രവിചന്ദ്രൻ സി തന്നെ നിൽക്കുന്നത് അത് വ്യക്തിപരമായിട്ട് നമ്മൾ അത്രയും അധ്വാനിക്കുന്നതുകൊണ്ടും പ്രവർത്തിക്കുന്നത് കൊണ്ടുമാണോ, അത് ഈ സംഘടനയിൽ എന്തെങ്കിലും സംഘടനാ സംവിധാനത്തിലൂടെ അങ്ങനെ തന്നെ നിൽക്കാൻ കഴിയുന്നതാണ്? ഞാൻ എസൻസിൽ സംഘടനയിലുള്ള ആളല്ല, ഞാൻ സംഘടനയിലുള്ള ആളല്ല, അത്രേ ഉള്ളൂ. ഞാൻ കുന്തമുനയാവുന്നു എന്നുള്ളത് മാത്രം. അല്ല, കുന്തമുന എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ആക്ച്വലി രജനീഷ് യു ആർ സ്ട്രഗ്ലിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫോർമാറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഞാൻ എസൻസിൽ ഒരു അംഗം പോലും അല്ല ഒന്ന്. അപ്പോൾ നിങ്ങൾ വരുന്നത് ഞാൻ എൻ്റെ ഈ പറയുന്ന കുന്തമുനയാണ്, സംഘടനയുടെ തലപ്പത്താണെന്നുള്ള ഒരു വാദത്തിലാണ് ചോദ്യങ്ങളെല്ലാം ഫ്രെയിം ചെയ്യുന്നത്. നമ്മുടെ കൂട്ടായ്മ അങ്ങനെയേ അല്ല. ദാറ്റ് ഈസ് നോട്ട് ദ ഫോർമാറ്റ്.
അപ്പോൾ അതിപ്പോൾ ആളുകൾക്ക് ശരിയാണ്. താങ്കളെ ഞാൻ ഒരു ഒരിക്കലും മുഖമാണ്, രവിചന്ദ്രൻ ഒരു മുഖമാണ്. അതെ, ഒരിക്കലും ഞാൻ കുറ്റപ്പെടുന്നില്ല. കാരണം വെച്ചാൽ താങ്കൾ നോക്കുമ്പോൾ CPM പോലെ അല്ലെങ്കിൽ പുക്കാസ പോലെ പരിഷത്ത് പോലെ അങ്ങനെ ഒരു സംഘടന, സെക്രട്ടറി പ്രസിഡന്റ്, ആക്ച്വലി അങ്ങനെ ഒരു സംഘടനയല്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം, ഫ്രീഡം ഈസ് മൈ റിലീജിയൻ എന്നുള്ളതാണ് നമ്മൾ ഒരു എസെൻഷ്യൽ ഉന്നയിച്ചിട്ടുള്ള ഒരു സ്ലോഗൻ തന്നെ. അങ്ങനെ ഒരു സംഗതി എങ്ങനെയാണ് ഒരു സംഘടന വർക്ക് ചെയ്യുക?